ഹായ്, ഇന്ന് ഞങ്ങളുടെ പൊന്നുണ്ണിയുടെ ബർത്ത്ഡേ ആണ്. അപ്പം ഞങ്ങളൊരു ഗിഫ്റ്റ് മേടിക്കാൻ വന്നതാണ്. ഇതാണ് കേട്ടോ റോബോട്ട്. ഞങ്ങൾ നേരത്തെ കണ്ടുവച്ചതാണ്. നല്ല രസമില്ലേ റോബോട്ടിൻ്റെ ഡാൻസ് കാണാൻ? അപ്പോൾ പൊന്നുണ്ണിക്ക് ഇഷ്ടപ്പെടും. സജീവണ്ണം വൈകിട്ട് കൊടുത്തോളാവുന്നേ. ഞാൻ നേരെ തിരിച്ചാട്ടോ. ഈ പൊന്നുണ്ണിക്ക് എല്ലാം മേടിച്ചാലും അത് പിന്നത്തേന് വെക്കാൻ എനിക്കറിയത്തില്ല. ഞാൻ അവിടെ ചെല്ലുന്നുണ്ടെ പയ്യെ ഓരോന്നൊക്കെ എടുത്തിട്ട് കൊടുക്കും. അതിട്ട് സർപ്രൈസായിട്ട് കൊടുക്കാം അല്ലേ? അവന് ഇന്നലെ കണ്ണമ്മൻ്റെ ഒരു കൂട്ടുകാരൻ കൊണ്ടുവന്ന് സൈക്കിൾ മേടിച്ചേ. നല്ല സൈക്കിൾ കേട്ടോ, നല്ല വിലയുള്ള സൈക്കിൾ കേട്ടോ, നല്ല ഭംഗിയുള്ള സൈക്കിൾ കേട്ടോ. അത് മേടിച്ചിട്ട് കൊടുത്തു കേട്ടോ. അപ്പം ഞാൻ വന്നപ്പോൾ ഞാനൊരു ചെറിയൊരു ഈ സ്പൈഡർമാൻ്റെ ഒരു ഈ പള്ളിയിൽ ഇങ്ങനെ കുരങ്ങ് കയറുന്ന പോലത്തെ ഉള്ളൊരു ഇതായിട്ടോ മേടിച്ചിട്ട് കൊടുത്തത്. അപ്പോൾ ആദ്യം സൈക്കിൾ എടുത്ത് കാണിച്ചു, ഹായ് എന്നൊക്കെ വെച്ചു. ഇതെടുത്ത് കാണിച്ചപ്പോഴത്തേന് ആൾ സൈക്കിളൊക്കെ മാറ്റി ഞങ്ങളുടെ കുറച്ചിന് സ്പൈഡർമാൻ മതി, ഒരു പേര മൊത്തം സ്പൈഡർമാനാണ്. ഞങ്ങൾ കേക്കൊക്കെ ഓർഡർ ചെയ്തിരിക്കുന്നത് സ്പൈഡർമാൻ്റെ കേക്കൊക്കെ കേട്ടോ. അപ്പോൾ ചെന്നിട്ട് വേണം ഞങ്ങൾക്ക് സെറ്റൊക്കെ ചെയ്യേണ്ടത്. പെണ്ണ് സ്പൈഡർമാൻ്റെ ബലൂണൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇന്നലെ കുഞ്ഞിന് ഡണ്ടൻ്റെ കൊങ്കച്ച് മേടിച്ചു. ഇതേ ബർത്ത്ഡേക്കാരനാണ് ഇരിക്കുന്നത്. ഇത് രാവിലെ എഴുന്നേറ്റ് കുളിയും തന്നെ ഒന്നും കഴിയാതിരിക്കുമല്ലേ. എന്നെ മേടിച്ചു? രണ്ടെണ്ണം മേടിച്ചല്ലേ? രണ്ടെണ്ണം മേടിച്ചോ? കൊരങ്ങച്ചൻ രണ്ടെണ്ണം മേടിച്ചു അല്ലേ? കൊരങ്ങച്ച സ്പൈഡർമാൻ പറയുന്നത്. കൊക്കച്ച് രണ്ടെണ്ണ. ഞങ്ങളുടെ വൈകിട്ടത്തേനുള്ള ചിക്കൻ കറി അടുപ്പേലാക്കി. ഇനി പത്തിരിയാണ് മേടിക്കുന്നത്. പത്തിരിയും ചിക്കൻ കറിയുവാ. അതിന് ഞങ്ങൾക്ക് കേക്കൊക്കെ അപ്പോഴപ്പോൾ ഇട്ട് സെറ്റാക്കി തരുന്നുണ്ട്. ബർത്ത്ഡേ ഫോട്ടോ ഇരിക്കുന്നുണ്ടോ? സൂത്രം മേടിച്ചിട്ടുണ്ട്. അച്ചാച്ചി പറഞ്ഞ് പറയരുന്നു. ഞാൻ അന്നേരം പറഞ്ഞില്ലേ ഞാൻ പറയുമെന്ന്. അച്ചാച്ച എന്തോ സൂത്രം ഉണ്ടെന്ന്. എന്ത് എന്തോ സൂത്രം അമ്മറ്റും വൈകിട്ട് തരും. ആ സൂത്രം അമ്മറ്റും വൈകിട്ട് തരും കേട്ടോ. സൂത്രം ഉണ്ടെന്ന് ചാടി വന്ന് കല്ലുകൊണ്ടൊരു പ്രത്യേകം പറഞ്ഞു, നീ മിണ്ടരുത് എന്നെ കാണിക്കാതെ അച്ഛൻ പാത്ത് വെച്ചിരിക്കുക. അല്ലെങ്കിൽ അമ്മറ്റും എടുത്ത് തരില്ലേ പൊന്നിനോ. അപ്പം അതിന് ഞങ്ങൾക്ക് അന്നേരം ഞങ്ങൾക്ക് കേക്ക് എടുത്തിച്ച് ഇതെന്തെങ്കിലും മാറ്റം വരുത്താനുണ്ടോ എന്നൊക്കെ ചോദിച്ച് ആക്കുന്നുണ്ട്. ഞങ്ങളുടെ അഭിപ്രായം പറയുന്നുണ്ട്. അതിനും അത് സെറ്റാക്കുന്നുണ്ട് കേട്ടോ അല്ലേ? അതിന് അങ്ങനെ എഴുതുന്നുണ്ട് കേട്ടോ. ഭയങ്കര എഴുതാം. നമ്മൾ ഒരിക്കൽ അഭിപ്രായമൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളുടെ സ്പൈഡർമാൻ കേക്ക് അല്ലേ? അതിനിടയ്ക്ക് ഓരോരുത്തരും ഓരോരോ പണിയിലാണ്. ഇനി അടുക്കളയെല്ലാം വൃത്തിയാക്കാൻ കിടക്കുവാണ്. ഇതും കൂടി കഴിഞ്ഞിട്ട് ആട്ടേന്ന് ഓർത്തു. അവിടെ അച്ചാച്ചയും മോളും കൂടി വേറൊരു പണിയിലാണ്. കാണിച്ചത് ഉണ്ടോ? രണ്ടുപേരും പൊന്നുണ്ണിയുടെ ഈ സാധനം ഇവിടുന്ന് എടുത്ത് മാറ്റണമല്ലേ? അതെ, എന്നാലും വേണ്ടില്ല. ഇതുണ്ട് പെണ്ണ് കുറേ കാർഡുകൾ ഉണ്ടോ? അത് ചെല്ലിയ ഓൺലൈനായിട്ട് കുറേ കാർഡുകൾ കൊച്ചു തേണ്ടേ ആക്കിയിട്ടുണ്ട്. അത് തന്നെ ഇവിടെ അവർ സെറ്റ് ചെയ്ത്. ഇത് ഹാപ്പി ബർത്ത്ഡേയുടെ എന്തിയ മോനെ? ആണോ? അല്ല, ഹാപ്പി ബർത്ത്ഡേ എഴുതിയത് HAPPY എന്ന് എഴുതിയത് അത് പുതിയതല്ലേ? ഇത് പഴയതാണ്. ഇത് ഉണ്ടോ? കുഞ്ഞായിയുടെ കുഞ്ഞിലെ തൊട്ടുള്ളത് ഉണ്ടോ? അമ്മശ്ശേരിയിലുണ്ടായിരുന്നല്ലോ. അവർ രണ്ടുപേരും കൂടി സെറ്റ് ചെയ്യുക. ഇത് ഞങ്ങൾ പൊന്നുണ്ണിയുടെ കാണിച്ചാൽ തിരിച്ചു പിടിച്ച് കാണിക്കാം. പൊന്നുണ്ണിയുടെ ബർത്ത്ഡേ കാർഡ് അടുപ്പിച്ചതാട്ടോ. ഇത് നമ്മുടെ തൊടുപുഴ തന്നെയുള്ള ഷോപ്പിൽ നിന്നാണ് ഞങ്ങൾക്ക് പരിചയമുള്ള. എന്നാ അതിൻ്റെ പേര്? ഹൈടെക് ഫോട്ടോഗ്രാഫി. അവിടെ നിന്നാണ് കേട്ടോ ഞങ്ങൾ ആക്കിയത്. പിന്നെ പൊന്നായി സ്പൈഡർമാൻ്റെ ആരാധകനായതുകൊണ്ട് അതിലൊരു സ്പൈഡർമാൻ വെച്ചേക്കാൻ പറഞ്ഞു. അങ്ങനെ അതിലൊരു സ്പൈഡർമാനും വെച്ചു ഞങ്ങൾക്ക് ആക്കി തന്നു. ഇതുണ്ടോ? ഞങ്ങൾക്ക് ഇത് പൊന്നുണ്ണി, സജീവണ്ണും, ഞാനും പൊന്നുണ്ണിയും കണ്ണമോനും പാറും പൊന്നുണ്ണിയും ബാവച്ചിയും ചിന്നും ഞങ്ങളെല്ലാവരും കൂടി ഉള്ളത്. അതിൻ്റെ നടുക്ക് വേണമെങ്കിൽ പൊന്നുണ്ണിയിൽ ഒട്ടിക്കായിരുന്നല്ലോ. പിന്നെ ചൂട് താത്തിടുവാണെങ്കിൽ അവിടെ ആ കലണ്ടർ ഒട്ടിക്കായിരുന്നു. ആ ബെഡ്ഷീറ്റിൽ ഒട്ടിക്കായിരുന്നു. പള്ളി കളയണ്ട. ഡബിൾ ടാപ്പ് അമ്മച്ചിലുണ്ട്.
ഞാൻ ചോദിച്ചു ഇച്ചിരി കൂടി താക്കുവാണെങ്കിൽ മറ്റേ കലണ്ടർ ഒട്ടിക്കാന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ. ഞാൻ ഇവിടെ ഒരെണ്ണം കൂടി ഇരിപ്പുണ്ട്, എടുത്തിട്ട് വരാം. ജെയ്സൺ കൊടുക്കുക കണക്കിൻ്റെ വീട്ടിൽ. ഇത് കഴിഞ്ഞ ബർത്ത്ഡേക്ക് പാറുവിൻ്റെയൊക്കെ അച്ഛനും അമ്മയും കൊടുത്തതാണ്. ഇത് അച്ചാച്ചൻ അമ്പച്ചമ്മയും കൂടി കൊടുത്തത്. പിന്നെ വാക്കറൊക്കെ ഇങ്ങനെ ചുമ്മാ വെച്ചിരിക്കുക. അതുണ്ടോ കുറേ കളിപ്പാട്ടമൊക്കെ ഉണ്ട്. പിന്നെ ഇതിനകത്ത് മൊത്തം ഇരിക്കുന്ന എൻ്റെ കുഞ്ഞിൻ്റെ സ്പൈഡർമാനും ഒക്കെയാണ് ഇതിനകത്തിരിക്കുന്നത്. അല്ലാത്ത കളിപ്പാട്ടങ്ങളൊക്കെയാണ് അലമാരിക്കകത്തിരിക്കുന്നത്. ആണോ? ആ അങ്ങനെ ലെറ്റേഴ്സ് അല്ലേ? ഓ ഞാൻ ഓർത്തുണ്ടല്ലോ, ഈ എഴുതിയിട്ടിരുന്നില്ലേ? അതുപോലെ തന്നെ ഹാപ്പി സെപ്പറേറ്റ് ഇതുണ്ടോ, എന്നാണെന്ന് പോലും അറിയാതെ ഒരുത്തൻ കിടന്ന്. പൊന്നുണ്ണി എന്നാ വിശേഷം? രണ്ടൻ്റെ ആണോ? പൊന്നുണ്ണി പറഞ്ഞേ, പൊന്നുണ്ണിയുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞേ. ഇങ്ങോട്ട് നോക്കിക്കേ. ടൂയു ആണോ കുഞ്ഞിൻ്റെ? ഇത് കുഞ്ഞിൻ്റെ എന്നാ ടൂയുവോ? ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞേ എന്നാ? ഇങ്ങോട്ട് നോക്കിക്കേ, ഇങ്ങോട്ട് നോക്ക് പൊന്നുണ്ണി. ഇന്നെന്നെ പൊന്നുണ്ണിയുടെ കാണിച്ചേ. പറഞ്ഞേ എല്ലാവരോടും ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞേ. അവൻ സ്പൈഡർമാനെ കണ്ട അത് നോക്കുമ്പോൾ അവിടെ ഇവിടെ എല്ലാം സ്പൈഡർമാൻ എന്താ. പൊന്നുണ്ണിയുടെ സ്പൈഡർമാനാണോ അത്? എന്താ സ്പൈഡർമാനെ പിടിച്ചോട് നടക്കോ? ഇവൻ ഇവിടെ എന്നാൽ ഭയങ്കര കുസൃതിയാണേ. അപ്പോൾ പിള്ളേരെ കൂടെ ഒന്നും വെക്കാനൊന്നും സമ്മതിക്കുന്നില്ല. അപ്പം ഞങ്ങൾ കേക്ക് മേടിക്കാനായിട്ട് പോവല്ലേ? എവിടെ പോവാ? കേക്ക് മേടിക്കാൻ. എവിടെയാ? ഡണ്ടൻ്റെ കേക്ക് മേടിക്കാൻ. സ്പൈഡർമാൻ്റെ കേക്കാണ് ഉദ്ദേശിക്കുന്നത്, ഡണ്ടൻ്റെ കേക്ക്. ഡണ്ടണ്ട നിങ്ങൾ ആരെങ്കിലും ഈ വഴക്കളി കുഞ്ഞിനെ കണ്ടോ? പിന്നെ എന്തിനാ വഴക്കുണ്ടാക്കണ്ടോ? പിന്നെ എന്തിനാ ഈ വഴക്കുണ്ടാക്കുന്ന? കുറേ നേരം വഴക്ക് തുടങ്ങിയിട്ട് ഉണ്ടോ? എന്തിനാണെന്നറിയാം, കാണിച്ചതേ. കട, അതെ അവിടെ ഒരു കട ഉണ്ടോ? ആ കടയിൽ സ്പൈഡർമാൻ തൂങ്ങിക്കിടപ്പുണ്ട്. അതിൻ്റെ വഴക്കാണ് ഇവനുണ്ടാക്കുന്നത്. അവിടെ കണ്ടോ സ്പൈഡർമാൻ തൂങ്ങിക്കിടക്കുന്നത്? അതിൻ്റെ വഴക്കാണ് ഈ കിടന്നുണ്ടാക്കുന്നത്. അതിന് ഇവനറിയാം ഇവൻ്റെ കാര്യം പറയുന്നത്. അവൻ മിണ്ടാണ്ടിരിക്കുമായിരുന്നു, ശ്രദ്ധിക്കുമായിരുന്നു. ഞാൻ വീഡിയോ ഒക്കെ പിടിക്കുമ്പോൾ, ഞാൻ ബാക്ക് ക്യാമറ ആയിട്ട് പിടിക്കുമ്പോൾ അവനറിയാവേ. എത്ര സ്പൈഡർമാൻ ഉണ്ട് പൊന്നുണ്ണി വീട്ടില്? ഉപദ്രവിക്കുന്നുണ്ടോ ചെറുക്കൻ? കണ്ടോ ഉപദ്രവിക്കുന്നത്? ആയിക്കോട്ടെ. വഴക്കളി കുഞ്ഞ് നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇതുപോലൊരു വഴക്കളി കുഞ്ഞ് ഇതുപോലെ കുശുമ കുഞ്ഞുണ്ടോ വീട്ടില്? ഉണ്ടോ? ഉണ്ടോ? എന്തിനടി? ചേണ്ടോ പത്തിരി മേടിച്ചോണ്ട് വരുവാണ്. ചേച്ചേ അനുവിൻ്റെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ചക്കപ്പഴം കിട്ടി. ഇല്ലേ ചക്കപ്പഴം വന്നിട്ട് റെഡി ആകുന്നുകൊണ്ട് പെട്ടെന്ന് എടുത്താണ്ടോ അനു? ഞങ്ങളുടെ കേക്ക് ഉണ്ടാക്കണ ആള് കേട്ടോ. എന്നാലും നമ്മുടെ വെറൈറ്റി കേക്കുകൾ അല്ലേ ഉണ്ടാക്കി തരുന്ന അനുവാ. ആണ്ടെ പൊന്നുണ്ണിയുടെ എന്നെ ഇത് രണ്ടൻ്റെ കേക്ക് സ്പൈഡർമാൻ കേക്ക്. ഇതെന്നാടി ഇത്? അയ്യോ ഇത് തുറത്തില്ല. ഇവിടുന്ന് കാണിച്ചിട്ടാ ഉണ്ടാവുക്താണ്ട് ഇപ്പൊ ഒരു ഇതായല്ലേ, ഒരു ഗുമ്മായ അടിപൊളി. എന്തോ അഭിക്തിന്റെ കേക്കല്ലേ അത്? രണ്ടൻ്റെ കേക്കാണത്. ഇഷ്ടപ്പെട്ട കുഞ്ഞിന് ആരെ കേക്ക് ഉണ്ടാക്കി തന്നെ? ആരെ കേക്ക് ഉണ്ടാക്കി തന്നെ? ഈ അമ്മയാണോ? ചൂണ്ടിക്കാണിച്ചേ. ഇഷ്ടപ്പെട്ടോ? നല്ലാണോ? അവ്യുക്ത് കണ്ടോ? അവ്യുക്ത്. അങ്ങനെ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചിട്ട് ഞങ്ങള് എൻ്റെ വീട്ടിൽ പോവാ. ഞാനത് എടുത്തിട്ട് ഫോട്ടോ ആക്കി കിടാനി എന്നെ പറഞ്ഞിട്ട് മറ്റേ അവിടെ എത്ര ഇറക്കിയല്ല.
അച്ഛോ പൊന്നുണ്ണിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണോ ഇതാ? അയ്യോ അതല്ല മറന്നു. സ്പൈഡർമാൻ അടിപൊളി. അതെ കളറെല്ലാം ചേർക്കാം. കളറില്ലല്ലേ? ആ വലുതാ. അതെ ബാക്കി എല്ലാം നമ്മളെ ഇതില്ല. പൊട്ടിയേ കണ്ണമ്മനോട് പോയി. ആ നിന്റെ കയ്യിലും ഉണ്ടായിരുന്നോടാ? ഇതാരും ഉണ്ട്. മേച്ചോ അത് മുട്ടായി മേടിച്ചോ. മാമ തന്ന് മുട്ടായി മേടിച്ചേ. മേടിച്ച് അമ്മച്ചി കൊടുത്തേ. പാറുവിന് മേടിച്ചു കൊടുത്തേ. എടാ അത് മേടിച്ച് പാറുവിന് കൊടുത്തേ. പൊന്നുണ്ണി അത് പാറുവിന് മേടിച്ചു കൊടുത്തേ. മേടിച്ചേ അത് അതിനകത്ത് മുട്ടായി ഉണ്ട്. ഇരിക്കുള്ളൂ. ഇത് മേടിച്ചു കൊടുത്തേ. അമ്പറ്റമ്മയുടെ ഗിഫ്റ്റ് പൊന്നുണ്ണിക്ക് അമ്പറ്റമ്മയുടെ ഗിഫ്റ്റ്. ഞാൻ അങ്ങനെ പറയട്ടെ. അമ്പറ്റമ്മയുടെ ഗിഫ്റ്റ് എന്നതാ? ഗിഫ്റ്റ് എന്ന് പറഞ്ഞാ ഗിഫ്റ്റ്. പൊന്നുണിച്ച് മേച്ചതാ. റോബോട്ടിന് അവൻ ഡാൻസ് കളിക്കട്ടാ. കുഞ്ഞോടി ഡാൻസ് കളിച്ചേ. പൊന്നോടി ഡാൻസ് കളിച്ചാ അവൻ്റെ കൂടെ. ഡാൻസ് കളി ബെസ്റ്റ്. റോബോട്ടിനോട് ഡാൻസ് കളിയാ ഉണ്ടോ? അത് നശിപ്പിക്കും. അതെ അവൻ കളിച്ചു പോകുന്നുണ്ടോ? നീ അത് അവിടെ കൊണ്ട് വെച്ചോളാം. അതിന്റെ കാശ് എനിക്ക് തന്നിട്ട് നീ വെള്ളം. അങ്ങനെ കുറേ നേരം കളിപ്പാട്ടത്തിൻ്റെയൊക്കെ പുറകിൽ പോയി. പിന്നെ അവിടെ പാട്ടൊക്കെ വെച്ച്, കാരണം വാവച്ചിയൊക്കെ വരണമല്ലോ. വാവച്ചിയൊക്കെ വരാനുണ്ട്, അമ്മാച്ചിയൊക്കെ വരാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കേക്കൊക്കെ മുറിക്കാമെന്ന് പറഞ്ഞു. കുഞ്ഞായി ആണെങ്കിൽ അങ്ങനെ പകലധികം നേരം ഉറങ്ങിയില്ല. അപ്പോൾ അവന് ഉറക്കവും വരുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇരിക്കുമ്പോഴത്തേനുണ്ട് കണ്ണമ്മൻ്റെ കൂട്ടുകാരന്മാരെല്ലാവരും കൂടി വന്നു. അതെന്നാടി കിട്ടിയ? അതെന്നാടി? ഞങ്ങളുടെ മാഷ് കുറച്ച് ദിവസമായിട്ട് ഞങ്ങളുടെ പെൻഡിങ് അയക്കണം. ഇനി അടുത്ത് ഇവൻ്റെ കുഞ്ഞിൻ്റെ ഉണ്ടല്ലോ അല്ലേ? കളിച്ചിട്ട് പോടാ. കണ്ണമ്മോൻ്റെ കൂട്ടുകാരൻ നമ്മുടെ സച്ചപ്പൻ്റെ വീഡിയോ ഞാൻ കറക്റ്റാക്കി വെച്ചിരിക്കുവായിരുന്നു. അപ്പം എല്ലാവരും വന്നുകൊണ്ട് ഞങ്ങളോട് ചെന്ന കേക്ക് മുറിക്കാം. അമ്മാമ്മച്ചിയൊക്കെ വിളിച്ചപ്പോൾ അവർ പിന്നെയും താമസിക്കുമെന്ന് പറഞ്ഞു. 9-9:30 ആകുമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ പോയി ഞങ്ങളുടെ പൊന്നുണ്ണിയെ നല്ല പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് മിടുക്കനാക്കി സുന്ദരനാക്കി കൊണ്ടുവന്നു കേക്ക് മുറിക്കാം. അപ്പോഴത്തേനും പാറു മിഠായിയൊക്കെ പ്ലേറ്റ് കൊണ്ടുവച്ചു. പൊന്നുണ്ണിയുടെ ഫോട്ടോ വെച്ച് അതും അവൾ ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ട് കണ്ടിട്ട് പൊന്നുണ്ണിയുടെ ഫോട്ടോ ഒക്കെ വെച്ച് മിഠായിയൊക്കെ മേടിച്ചിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ, നല്ല രസമായിരുന്നു അത്. പാട്ട് കേട്ട് കഴിഞ്ഞാൽ പിന്നെ പൊന്നുണ്ണിയുടെ സ്വഭാവം അറിയാമല്ലോ. അപ്പോഴത്തേക്കും ഞങ്ങൾ ലൈറ്റ് വെച്ച് നല്ല അടിപൊളി ചെരുപ്പൊക്കെ ഇട്ടിട്ട് അപ്പോഴത്തേനും പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ചെരുപ്പിൻ്റെ ലൈറ്റൊക്കെ മിന്നുന്നത് കണ്ടുകൊണ്ട് ഡാൻസൊക്കെ കളിച്ച് വലിയ ഹീറോ ആയിട്ട് നടക്കുകയാണ് എല്ലാവരുടെ മുന്നിലേ. പിന്നെ ഞങ്ങൾ കൂടുമ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, എല്ലാവരും കൂടിയാൽ ഒരു തകർപ്പുള്ളതാണ്. അന്നേരത്തേനും നമ്മുടെ വാവച്ചിയും ചിന്നുക്കുട്ടിയും കൂടി വന്നു. കഴിഞ്ഞ മാസമേ പറഞ്ഞിരുന്നായിരുന്നു 15-ാം തീയതി അവധി എടുക്കണമെന്ന്. സമയമായപ്പോൾ വാവച്ചൊക്കെ ഇന്നലെ വിളിച്ചിട്ട് പറയുക വരാൻ പറ്റത്തില്ല, അവധി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയേ. കാരണം കൊച്ചച്ഛനല്ലേ, അപ്പം അവനും കൂടി ഇല്ലെങ്കിൽ ഒരു ഇതില്ലല്ലോ. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ എന്തൊരു വിശേഷം വന്നാലും നമുക്ക് ഒരു എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വാവച്ചിയും കണ്ണമ്മോനും പാറും ചിന്നും എല്ലാവരും കൂടി ഉണ്ടല്ലേ നമുക്കും ഒരു സന്തോഷമുള്ളൂ. അപ്പം ഞങ്ങൾ ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ ഞാൻ വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അമ്മച്ചി മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ പറഞ്ഞു അവധി കിട്ടി വരാനായിട്ട്.
പിന്നെ എന്താണേലും സമയത്ത് പിള്ളേരെത്തി. കാരണം ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ കേട്ടോ, നല്ല ക്ഷീണമുണ്ട് രണ്ടാൾക്കും. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് വന്നത്. അപ്പോഴത്തേനും കൺപ്പം പോയി കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നു. അതിന് നല്ല സെറ്റപ്പായിട്ട് കേട്ടോ പായ്ക്കൊക്കെ ചെയ്ത് തന്നു വിട്ടത്. അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചെടുക്കണമെന്ന് പറഞ്ഞു. സ്പൈഡർമാൻ്റെ ഇങ്ങനെ പടമൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോഴത്തേനും കണ്ണുമ്പം മുറിക്കാനായിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചു. കൊടുത്താൽ മതി. കേക്ക് കഴിക്കില്ല. പയ്യെ കൊടുത്ത സുജിത്തൊക്കെ പോയായിരുന്നോ? ആ കൃഷ്ണകുമാരുടെ അപ്പയ്ക്ക് കൊടുക്കാം. ഇച്ചിരി എന്ന് പോട്ടെ. മാമ കൊടുത്ത അന്ന ഇച്ചിരി മിടിക്കണേ കേട്ടോ. അങ്ങനെ എല്ലാവരും പൊന്നുണ്ണിക്ക് കേക്കൊക്കെ കൊടുത്തു, അടിച്ചു പൊളിച്ചു. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ പിറന്നാൾ, ഒന്നാം പിറന്നാൾ ഞങ്ങൾ അങ്ങനെ ആഘോഷിച്ചില്ല. ഞങ്ങളൊരു കേക്ക് മേടിച്ചു, ഞങ്ങൾ മുറിച്ചു, ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു. ഇപ്രാവശ്യം അതിഗംഭീരമാക്കി കേട്ടോ. എൻ്റെ നോക്കി നിന്ന് നേരം കണ്ട് അവൻ ബർത്ത്ഡേ ടീയൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ കേക്ക് കഴിക്കൊക്കെ കഴിഞ്ഞ് വെച്ച് ഞങ്ങൾ പയ്യെ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വന്നു. ഫുഡ് കണ്ടോ, അധികം ഒന്നുമില്ല. പത്തിരിയും ചിക്കൻ കറിയും പിന്നെ ചോറും ഇച്ചിരി മോരും കാബേജ് തോരനും മാത്രമേ ഉള്ളായിരുന്നു. ചിറ്റ വന്നു കഴിയുമ്പം പിന്നെ അവൻ ചിറ്റക്കുഞ്ഞാണ്. ചിറ്റയുടെ ഒരിക്കൽ ഓരോരോ കാര്യങ്ങളൊക്കെ ഇരുന്ന് പറയുകയാണ്, എന്താണോ ആർക്കറിയാം.
അവരവിടെ ഫുഡ് കഴിക്കുമ്പോൾ കണ്ണപ്പനും പിള്ളേരും എല്ലാം കൂടി കൂട്ടുകാരന്മാരും എല്ലാം കൂടി പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിച്ച് പാറു അതിൽ വന്നപ്പോൾ കണ്ടപ്പം പാറുവിനെ എടുത്ത് കറക്കി. ഇതൊക്കെയല്ലേ ഒരു രസം, പിള്ളേർ എൻജോയ് ചെയ്യേണ്ട സമയമല്ലേ. കുഞ്ഞിൻ്റെ പറഞ്ഞില്ല, കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് അതുപോലെ അടിച്ചു പൊളിക്കാൻ പറ്റിയില്ല. പ്രാവശ്യം എല്ലാവരും ഒന്നും വിളിച്ചില്ല, കുറച്ച് പേര് മാത്രം. പെട്ടെന്നായിരുന്നു കേട്ടോ. ശരിക്കും ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം ഇങ്ങനെ കേക്ക് മേടിക്കാൻ മുറിക്കാമെന്നൊക്കെ ഓർത്തിരുന്നപ്പോൾ അപ്പോൾ വാവച്ചിയൊക്കെ വിളിച്ചു പറഞ്ഞു വാവച്ചിക്കൊന്നും വരാൻ പറ്റിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പം ഞങ്ങളും ശ്രീകുഞ്ഞും ഒക്കെ കൂടി മാത്രം ഒന്ന് കൂടാം എന്നുള്ള ഇതിൽ മാത്രമേ ഇരുന്നത്. അല്ലേ നേരത്തെയൊക്കെ ആയിരുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് സന്ധി ചേച്ചിയും ജയൻചേട്ടനും സുരേഷും സ്വപ്ന ഇവരാരും ഇല്ലാത്തൊരു ആഘോഷം, ഞങ്ങളെല്ലാം കൂടിയാണ് ആഘോഷം, ഇല്ലാത്തൊരു ആഘോഷം ഇല്ല. പക്ഷെ അത് ഞങ്ങൾക്ക് ആ പാട്ടൊരു സങ്കടമായിപ്പോയി. ഇങ്ങനെ എല്ലാവരും കൂടി ഉണ്ടായിരുന്നെങ്കിൽ അവരെയും കൂടി വിളിക്കായിരുന്നു. കണ്ടോ സജീവൻ കിടന്ന് തകർക്കുന്നുണ്ട്. എല്ലാവരും പാട്ടും വെച്ച് കിടന്ന് അറുമാതിക്ക് കിടന്ന്. ഇതാണ് ഞങ്ങളുടെ ഒരു ഇത് കേട്ടോ, പാട്ട് വെക്കുക, ഡാൻസ് കളിക്കുക, അത്രേ ഉള്ളൂ. വേറെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ അറിയാമല്ലോ. ഇതുണ്ട് വാവച്ചി അമ്മയിട്ട് ഡാൻസ് കളിപ്പിക്കുന്നത് കേട്ടോ. അമ്മ അതിനിടയ്ക്ക് 2 സ്റ്റെപ്പൊക്കെ വെക്കുന്നു കേട്ടോ. പക്ഷെ ആരും അത് ശ്രദ്ധിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ അമ്മ 2 സ്റ്റെപ്പൊക്കെ വെക്കുവാണ്. അമ്മ എൻജോയ് ചെയ്യുന്നുണ്ട്. അമ്മ നേരത്തെ ഡാൻസ് ടീച്ചറാണ് കേട്ടോ. കണ്ടോ കാലൊക്കെ. അങ്ങനെ ഞങ്ങളുടെ പൊന്നുണ്ണിയുടെ ബർത്ത്ഡേ സത്യം പറഞ്ഞാൽ അതിഗംഭീരമാക്കി. ഒരുപാട് പേരൊന്നും ഇല്ലെങ്കിലും ഞങ്ങളെല്ലാവരും കൂടി അതിഗംഭീരമാക്കി എന്ന് പറഞ്ഞാൽ പൊന്നുണ്ണിക്ക് ഭയങ്കര സന്തോഷമായി. അതുപോലെ ഞങ്ങൾക്കും സന്തോഷമായി. പിള്ളേർക്കൊന്നും അങ്ങനെ അവധിയില്ല, രാവിലെ പോകണം. പിള്ളേർ ഇപ്പോൾ വൈകിട്ട് വന്നു, രാവിലെ അവരങ്ങ് പോകും. ഇതിനു വേണ്ടി മാത്രം ഞാൻ പരത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. പിന്നെ അമ്മാമ്മച്ചിയും ജോമിയൊക്കെ വന്നപ്പോൾ താമസിച്ചു. ശരിക്കും പറഞ്ഞാൽ ആ സമയം ഫോണൊക്കെ എവിടാന്ന് പോലും അറിയത്തില്ല, ഒരു വീഡിയോ പോലും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. പൊന്നുണ്ണിയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിച്ച് പൊളിച്ചു. പച്ചച്ചയൊക്കെ വരാൻ വേണ്ടി ഇരുന്ന കേക്കൊക്കെ മുറിക്കാൻ. പക്ഷേ ജോമിയച്ചിൻ്റെ ഒക്കെ വന്നപ്പോഴത്തേനും കേക്കൊക്കെ മുറിച്ചു. പിന്നെ അവന് കുറേ ഗിഫ്റ്റൊക്കെ കിട്ടി. പിന്നെ അങ്ങനെ ഞങ്ങളുടെ വീഡിയോ ചെയ്യാണ്. എല്ലാവരും ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ ബൈ ബൈ.